Watch full episodes on Jio Hotstar. എന്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോൾ ഹൗസ് ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലത്തെ ഡാൻസിങ് കപ്പിൾസ് ഡാൻസ് ചെയ്യുമായിരുന്നു. ശരി, നമുക്ക് നോക്കാം. പക്ഷേ ഈ പ്രാവശ്യം നമ്മളെ ആരും പറ്റിക്കരുത്. നോക്ക്. ഓഹോ, അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്ലീസ് കം ഇൻ. ഈ ഗ്ലാസ് ബോൾ എത്ര വലുതായിട്ടുണ്ടല്ലേ. വൗ, വളരെ വലുതാ. ഇവിടെ എന്തുമാത്രം മഞ്ഞാണ്. വാവ്, ഗ്ലാസിന്റെ ക്രിസ്മസ് ട്രീ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. രംഗീല, നിന്റെ കോലം നോക്കിയേ. ഞങ്ങളുടെ ഗ്ലാസ് ബൗൾ അത്ഭുതം തന്നെയാണല്ലേ. ആ, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനാണ് ജാസ്മിൻ. പിന്നെ ഇതെന്റെ ഹസ്ബൻഡ് ജാക്ക്. ഹായ്. നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. രാവിലെ മുതൽ നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ധീരന്മാരാണ്. പക്ഷേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ റോബോട്ടസുമായി ഏറ്റുമുട്ടേണ്ട. എവിടുന്നാണോ നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു വയ്ക്കോളൂ. നിങ്ങൾ രണ്ടാളും കാണാൻ നല്ലവരെ പോലെ ഉണ്ട്. പക്ഷേ ഫർഗോട്ടൺ വേൾഡിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന എല്ലാവരും ഇതുവരെ ഞങ്ങളെ മിസ്ഗൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുക? ഞങ്ങൾക്ക് നിന്നെ അറിയാം. ലൈവ് ടിവിയിൽ നിങ്ങളുടെ സ്ട്രഗിളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മേലിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതൊരു പ്രോമിസാണ്. രുദ്ര, ഇവരെ കണ്ടിട്ട് എനിക്ക് മറ്റുള്ളവരെ പോലെയായിട്ട് തോന്നില്ല. നമ്മളിപ്പോ റിസ്ക് എടുത്ത് ആരെങ്കിലും ഒരാളെ വിശ്വസിച്ചല്ലേ മതിയാവൂ. ഓക്കേ മൈറ, ഇഫ് യു സേ സോ. നിങ്ങളും ഇങ്ങനെ ഡാൻസ് ചെയ്യൂ. ലെറ്റ്സ് എൻജോയ്. Yeah, let's change the music. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കൂ. നാളെ രാവിലെ നിങ്ങൾക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കേ? വരൂ. എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനമായി. മുത്തച്ഛൻ എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടുന്ന് പുറത്തിറക്കും. ആ, പക്ഷെ നമ്മൾ പപ്പറ്റ് രാജാവിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. രുദ്ര, ഭാഗ്യം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണ്ട. നീ തിരിച്ചു പോകൂ.
അല്ലെങ്കിൽ നിന്നോടൊപ്പം നിന്റെ കൂട്ടുകാരെയും ഞാൻ നശിപ്പിക്കും. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതേ വരൂ. നീ രുദ്രയെ തൊട്ട് കളിക്കാനുണ്ടല്ലോ, പിന്നെ നീ മര്യാദയ്ക്ക് പോവില്ല. ഇതാ എത്തിക്കഴിഞ്ഞു ബീംസ് ഓഫ് ലൈഫ്. പിന്നെ പുറകില് ആനിമൽസ് ഓഫ് ടേക്കിംഗ് ലൈഫ് ആണുള്ളത്. രുദ്ര, അവിടെ ഒരുപാട് ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. Animals, happy hunting. Attack. പ്രൊട്ടക്ഷൻ ഷീൽഡ് ക്രിയേറ്റോ. രുദ്ര, ആനിമൽസിനെ തടഞ്ഞാൽ മതിയാവോ, അല്ലെങ്കിൽ ഷീൽഡ് പൊട്ടിപ്പോവും. ഫ്രണ്ട്സ്, ഇനിയിപ്പോ നമ്മുടെ കൈവശം ഒരു ഒറ്റ വഴി മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു ഓടാനും പറ്റില്ല, കാരണം നമ്മുടെ ടാർഗറ്റ് നമ്മുടെ മുന്നിലാണ് ഉള്ളത്. ഈ ബീംസ് ഓഫ് ലൈറ്റിന്റെ ഇടയ്ക്ക് കൂടി നമ്മൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. രുദ്ര, those beams are so dangerous. ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പൊ തന്നെ നമ്മൾ ഡിസോൾവ് ആയി പോകുന്നുള്ളത് ഉറപ്പാ. എനിക്കറിയാം മൈര, പക്ഷേ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, മനസ്സിലായോ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ തന്നെ വന്നോണ്ടിരിക്കെ, ഓരോരുത്തരും മറ്റുള്ളവരുടെ ഡ്രസ്സ് പിടിച്ചോളൂ. രുദ്ര, നീ നിന്റെ എക്സ്പ്രസ് ട്രെയിൻ ഓടിച്ചോളൂ, ഞങ്ങൾ റെഡിയാണ്. എന്റെ ദൈവമേ, ഇന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇനി ഒരിക്കലും ഫോർഗോട്ടൻ വേൾഡിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. അയ്യോ, ഈ റിങ്ങിനകത്ത് നമ്മൾ കുടുങ്ങി പോയി. ഞാൻ ഇനി റിങ് ഇടാനേ പോകുന്നില്ല. ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. ഞങ്ങളെ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കണ ദൈവങ്ങളെ. വരൂ, നമുക്ക് റിങ് എടുക്കാം. അതുകൊണ്ട് ഞാൻ ഈ റിംഗ് അണിഞ്ഞുകൊണ്ട് ആരെയൊക്കെ ഞാൻ ടച്ച് ചെയ്യുന്നുവോ അവരുടെ ഓർമ്മശക്തി മൊത്തവും നശിച്ചു പോകും. പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവനും എന്നെ പപ്പറ്റാക്കി മാറ്റിയിട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളിപ്പിച്ചതുപോലെ അതേപോലെ ഇപ്പോ ഞാൻ ടോട്ടൽ ലോകത്തിലുള്ള മനുഷ്യരെയും എന്റെ വിരൽ തുമ്പിൽ വെച്ച് പാവകളെ പോലെ കളിപ്പിക്കും. മനസ്സിലായോ? ദ്രോഹി, വഞ്ചക, നീ ആ റിങ് എടുത്തിട്ട് പോകുന്ന എനിക്കൊന്ന് കാണണം.
ഞാൻ ആരാ? ഞാൻ ഇപ്പൊ എവിടെയാ? അല്ല, നിങ്ങളൊക്കെ ആരാ? ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. വരുൺ, നീ വരുണാണ്. ഞങ്ങൾ എല്ലാവരും നിന്റെ സുഹൃത്തുക്കളാണ്. ആ നിൽക്കുന്ന കള്ളൻ പപ്പറ്റ് രാജയാണ്. റിങ്ങിന്റെ പവർ ഇതാ വർക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കട ചക്ക, നിന്റെ പേര് വരുൺ എന്നാണ്. ആ കളർഫുൾ ആയ ഡ്രസ് ഇട്ടിരിക്കുന്നവൻ നിന്റെ അച്ഛനാണ്. ചെല്ല് ചെല്ല് ചെല്ല്, നീ ചെന്ന് നിന്റെ അച്ഛന്റെ മടിയിലിരിക്ക്. വേഗം പോ. അച്ഛാ, അച്ഛാ, അച്ഛാ. വരുൺ, ഞാൻ നിന്റെ അച്ഛനൊന്നുമല്ല. താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. രുദ്ര, നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഈ ഗതി കണ്ടിട്ടെങ്കിലും നീ കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഇനി മുതൽ ആരെ തൊട്ടാലും ശരി അവിടെ മെമ്മറി ലോസ് ആയി പോകും. സോറി, ഐ എം സോ സോറി. ഞാൻ നിങ്ങൾക്ക് വിശ്വാസവഞ്ചനയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല. ബൈ ബൈ. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ പ്ലീസ്? നല്ല അച്ഛനല്ലേ? ചേടാ, ഇതാകെ ഗുലുമാലായല്ലോ. ആ പപ്പറ്റ് രാജ നമ്മളെ ചതിച്ചല്ലോ. ഇവന്റെ അച്ഛനല്ല ഞാൻ. ഇവരെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രുദ്ര, പെട്ടെന്ന് ചെല്ലേ. അവനെ തടഞ്ഞു നിർത്ത്. 36 മണിക്കൂറിനുള്ളിൽ അവൻ പുറത്തു പോകാൻ പാടില്ല. നീയും പോകേണ്ടതാണ്. ഒരുപക്ഷെ ആ പോർട്ടൽ വഴി നിനക്ക് പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത 100 വർഷത്തേക്ക് നിനക്ക് ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇനി എനിക്ക് പപ്പറ്റ് രാജയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. കാരണം ആ റിങ്ങിട്ടത് കൊണ്ട് അവൻ എന്നെക്കാളും വളരെയധികം ശക്തനായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. 36 മണിക്കൂർ ആവുന്നതിനുള്ളിൽ ഞാൻ ആ റിങ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ? വേണ്ട. രുദ്ര, 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 നീ എന്നെ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല അല്ലേ? നിന്നെ തടഞ്ഞു നിർത്താൻ എന്റെ കൈവശം ഒരുപാട് പേരുണ്ട്. ഹേ ക്യാപ്റ്റൻ ഫുട്ബോൾ, നിങ്ങളൊക്കെ കൂടി ഞങ്ങളെ ചവിട്ടി തെറിപ്പിച്ച് കളിക്കാറുണ്ടല്ലോ. പിന്നീട് ഞങ്ങളെ അങ്ങ് മറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് വലിച്ചെറിയും. ഇന്ന് അതിനെല്ലാം ചേർത്ത് ഞങ്ങൾ പകരം ചോദിക്കാൻ പോവുകയാണ്. ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്, സമയവും നിങ്ങളുടേതാണ്. പക്ഷേ സ്ഥലം ഞങ്ങളുടേതാണ്. ഇന്നത്തെ സമയവും ഞങ്ങളുടേതാണ്. ഐ റിക്വസ്റ്റ്, പ്ലീസ് ഞങ്ങളെ വിട്ടേക്കും. ഞങ്ങളുടെ അടുത്ത് ടൈം കുറവാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അച്ഛാ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. പ്ലീസ് വാങ്ങിച്ചു താച്ചാ. മൈറ, നീ ഈ കുട്ടിയെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടുപോ. നമുക്ക് രുദ്രയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. ഇതാ എന്റെ രുദ്ര, പൊന്നു രുദ്ര, ഇനി നിനക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. മാജിക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭീം താഴേക്ക് വരുന്നത് വരെ നിനക്ക് എത്ര സംസാരിക്കണമെങ്കിലും സംസാരിക്കാം. പറയേ സംസാരിക്കേ. സംസാരിക്കേ. രാജാവിന്റെ രാജാവായ പപ്പറ്റ് രാജ ശരിക്കുമുള്ള രാജാവായി മാറാൻ പോവുകയാണ്. ചാർമി, ഹോലോമാൻ, ഈ ലോകത്തെ നല്ലോണം നോക്കിക്കോ. നല്ലോണം നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്? ഓ ചാർമി, എന്റെ ചാർമി, നീ അങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് പറ. എന്റെ കൈവശം ആ മാജിക്കൽ റിങ്ങിന്റെ പവേഴ്സ് ഉണ്ട്. പക്ഷെ നീ അവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? റിംഗ് ഒന്നുമില്ലാതെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബസ്സിന് നീ താപ്പിട്ട് പൊടിയാകും. അതെ. ചതിയാ, നുണയാ, സെൽഫിഷ്. ഞങ്ങളോട് ഇത്രയും നേരം നീ
കള്ളം പറയായിരുന്നല്ലേ? നമ്മൾ ഒരുമിച്ച് പോകുന്നില്ലേ നീ പറഞ്ഞത്? നമ്മൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോകുമെന്നാണ്. ദേ കണ്ടോ, ഞങ്ങളിപ്പോ പോവുകയാണ്. ഞങ്ങൾ ദ കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, പപ്പറ്റ് രാജാവ്. പപ്പറ്റ് രാജ, നീ മനുഷ്യരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് വിട്ടിട്ട് പോകുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനൊന്നും ജീവനില്ല. ഒരു മനുഷ്യർക്കും അത് മനസ്സിലാവില്ല. നിങ്ങൾ ഫോർഗോട്ടൺ വേൾഡിൽ ഉണ്ടായിട്ട് അലൈവാകുമെന്ന് അറിയില്ല, ജീവൻ കിട്ടുമെന്നറിയില്ല. നമ്മൾ എത്ര പെറ്റ്സ് വളർക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ വിട്ടിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ അങ്ങനെ ആലോചിക്കുന്നത്? മനുഷ്യർ വളരെ നല്ലവരാണ്. ആ തെറ്റാണ് രുദ്ര, തെറ്റ്. മനുഷ്യര് സെൽഫിഷ് ആണ്. തന്നിഷ്ടത്തിന് എന്ത് ചെയ്യും, സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കയ്യിൽ കിട്ടിയതെല്ലാം യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്നവരാണ്. ഞാൻ അവരോട് പ്രതികാരം ചെയ്യാതെ വിടുന്ന പ്രശ്നമില്ല. വലിച്ചെറിയുമെന്നോ? സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്. ചാമിയും ഹോളോമനും വിട്ടച്ച് നീ പോവാണ്. അവര് നിന്റെ കൂട്ടുകാരല്ലേ, പിന്നെ എന്തിനാ നീ അവരെ വിട്ടച്ച് പോകുന്നത്? ശരിക്കും സെൽഫിഷ് എന്ന് പറയുന്നത് നീയാണ്, മനുഷ്യരല്ല. നമ്മൾ ഇക്കാര്യത്തിൽ രുദ്രയെ സപ്പോർട്ട് ചെയ്യണം. രുദ്ര പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ മാത്രം ഹ്യൂമൻ വേൾഡ് പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാവരെയും കൊണ്ടുപോകണം. ഹായ് ക്യാമറ, നീ ഫോട്ടോ എടുക്കുമ്പോ ചീസ് എന്ന് പറഞ്ഞില്ല. വീണ്ടും ഫോട്ടോ എടുക്ക് പ്ലീസ്. ആദ്യം ചീസ് എന്ന് പറ. എങ്കിൽ ശരി, പറയൂ ചീസ്. സോറി ക്യാമറ, ഇപ്പൊ എനിക്ക് ഫോട്ടോ എടുക്കാവുന്ന സമയമില്ല. രുദ്ര, നിന്റെ മാജിക്കൽ വേവ്സ് ഈ ബീമിനകത്ത് എൻ്റർ ആവില്ല. എന്റെ നേർക്ക് മാജിക് ചെയ്യണമെങ്കിൽ അതിന് നീ ബീമിന്റെ അകത്ത് വന്നേ പറ്റൂ. അങ്ങനെ നീ അകത്തേക്ക് വന്നാൽ അതോടെ നീ സ്വാഹായി പോവും. ഞാൻ വിജയിച്ചു, പിന്നെ നീ തോറ്റു പോയിരിക്കുകയാണ് രുദ്ര. ലൂസർ, ലൂസർ. രുദ്ര ഒരു ലൂസറാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവർസും ഒരിക്കലും സംശയിക്കരുത്. Ibaika Protection Gate que Creato. അയ്യോ, രുദ്ര എന്നെ വിട്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഇതെനിക്ക് കിട്ടിയ ഒരു സൂപ്പർ ചാൻസ് ആണ്. ഈ ചാൻസ് ഞാൻ മിസ്സാക്കാൻ പാടില്ല. എന്നെ വിട് രുദ്ര, എന്നെ വിട്, എന്നെ പുറത്തേക്ക് വിട് രുദ്ര, പ്ലീസ് എന്നെ വിട്. അയ്യോ,
ഓ രുദ്ര നിർത്ത്. മുകളിൽ പോർട്ടൽ ഉണ്ട്, അത് അടയാൻ പോവുകയാണ്. അത് അടഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല. താങ്ക് യു രുദ്ര. നിന്നെയും നിന്റെ കൂട്ടുകാരെയും കണ്ടുമുട്ടിയതോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. അയ്യോ, അങ്ങോട്ട് നോക്ക്, പോർട്ടൽ ഓൾമോസ്റ്റ് അടഞ്ഞു കഴിഞ്ഞു. അച്ഛാ അച്ഛാ, നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നേ? രക്ഷപ്പെട്ടാൽ വീട്ടിലേക്ക് പോകാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം. രുദ്ര, പെട്ടെന്ന് വാ മോനെ, പെട്ടെന്ന് വാ വാ. മുത്തശ്ശൻ, നിങ്ങൾ കറക്റ്റ് സമയത്താ എത്തിയത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും നന്മ മാത്രമേ സംഭവിക്കൂ. അല്ല, നമ്മള് സൺ സിറ്റിയിലേക്ക് എപ്പോഴാ വന്നത്? നമ്മൾ ഫോർഗോട്ടൻ വേൾഡിലായിരുന്നില്ലേ? പിന്നെന്താ പറ്റിയത്? അത് ശരി, ഫൊഗോട്ടൻ വേൾഡിൽ നിന്ന് വന്നപ്പോ തന്നെ വരുണിന്റെ മേലെ അവർ ചെയ്ത മാജിക് പോയല്ലോ. നിന്റെ അച്ഛൻ രംഗീലയോടൊന്ന് ചോദിക്കുക. ആ, അല്ല, രംഗീല എപ്പോഴാ എന്റെ അച്ഛനായത്? Watch India's largest kids library only on Jio Hotstar. Download the app now.